Shine Babu sir, please come on the stage. മാസം കഴിയാതെ പ്രസവിച്ചതാണ്. അവർക്കൊരു മാസത്തിൽ 4 പ്രാവശ്യമെങ്കിലും ഡോക്ടറെത്തി കൊണ്ടുപോകണം. സജി സാറ് പറഞ്ഞു, ഇങ്ങനെ കിഡ്സ് ഉണ്ട് മോനെ, അതൊന്ന് മേടിച്ച് ഉപയോഗിച്ച് നോക്ക്, കാലത്ത് ഇളക്കി ചൂടുവെള്ളത്തിൽ കുട്ടികൾക്ക് കലക്കി കൊടുത്തോളൂ എന്ന് പറഞ്ഞപ്പോ ഞാനത് കുട്ടികൾക്ക് കലക്കി കൊടുക്കാൻ തുടങ്ങി. പതിയെ പതിയെ ഒരു മാസത്തിൽ 4 പ്രാവശ്യം ഡോക്ടറെത്തി കൊണ്ടുപോകേണ്ട കുട്ടികളെ അത് 3 പ്രാവശ്യമായിട്ട് മാറി, 2 പ്രാവശ്യമായിട്ട് മാറി, പിന്നെ 1 പ്രാവശ്യം കൊണ്ടുപോയാൽ മതി. ഇന്ന് 7.5 വർഷമായിട്ട് നോ ഹോസ്പിറ്റൽ, നോ ഡോക്ടർ, നോ മെഡിക്കൽ എന്ന രീതിക്ക് മാറാനായിട്ട് കഴിഞ്ഞു. എനിക്ക് ഭയങ്കര വിശ്വാസമായപ്പോഴും ക്ലാസ്സിൽ പോകാൻ തയ്യാറല്ല. നിർബന്ധിച്ച് ഒരു റെസിഡൻഷ്യൽ പ്രോഗ്രാമിന് 2 ദിവസം പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം. ഈ മാസം നമുക്ക് റെസിഡൻഷ്യൽ പ്രോഗ്രാം ഉണ്ട് അല്ലേ? എത്രാം തീയതിയാണ്? 17, 18. തയ്യാറെടുത്തോ? ഞാൻ പറയുന്ന ആ പ്രോഗ്രാമിന് നമ്മൾ പോകണം, തീർച്ചയായിട്ടും പോകണം. ആ പ്രോഗ്രാമിന് എന്നെ കൊണ്ടുപോയി. പക്ഷെ ഞാൻ പോവാൻ തയ്യാറല്ല. കാക്കി ഷർട്ട് മാത്രമേ ഇട്ടുള്ളൂ, ചരിത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഞാൻ കാക്കി ഷർട്ട് ഇട്ടിട്ട് ക്ലാസ്സിന് പുറപ്പെടുക. അപ്പൊ ഭാര്യ പറഞ്ഞു, നാണമില്ലേ മനുഷ്യൻ, ഒന്ന് നല്ലൊരു ഷർട്ട് ഇട്ടിട്ട് പോയിക്കൂടെ. അപ്പൊ അവളുടെ വർത്താനം കേട്ടപ്പോ ഞാൻ ഒരു നല്ല ഷർട്ട് ഇട്ടിട്ട് പോയി. ഒരു ചട്ടം കെട്ടി ഉച്ച വരെ ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം വന്നിട്ട് എനിക്ക് വണ്ടി എടുക്കേണ്ടതാണ്. ഉച്ച വരെയെങ്കിലും കേക്ക് പോയിട്ട് സഞ്ജു സാറിനോട് പറഞ്ഞു. പിറ്റേ ദിവസം ടെസ്റ്റ് എടുക്കാതെ ഞാൻ ആ പ്രോഗ്രാമിന് പങ്കെടുത്തു. ആ പങ്കെടുത്ത് കഴിഞ്ഞപ്പോ പോകണം എന്ന് പറഞ്ഞ് ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചപ്പോ സജീവ് സാറിനോട് പറഞ്ഞു, ഒരു ഷർട്ട് എനിക്ക് നാളേക്ക് സംഘടിപ്പിച്ചു തരണം. ഈ പ്രോഗ്രാം മൊത്തം കേട്ടിട്ട് ഞാൻ നാളെ വീട്ടിൽ പോകും എന്ന് പറഞ്ഞ് അന്ന് കൂടി. അന്ന് ആ ഒരു ബസ്സിന് തിരിച്ച് എന്നെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ആൾക്ക് തോന്നി. സജീവ് സാറിനോട് ഇതൊന്നും അവിടെ ചെന്ന് പറയരുത് സജീവ് സാറിനോട് കേട്ടോ. അപ്പൊ സജീവ് സാറ് എന്നെ ഒരു വണ്ടിയിലേക്ക് വണ്ടി കൊണ്ടുവന്നു. ഡോമിനി ആയിരുന്നു അന്ന്. അപ്പൊ അദ്ദേഹത്തിന് അറിയാം വണ്ടിയിൽ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിൽ കൊണ്ടുപോയി. ഞാൻ വിചാരിച്ചു തിരിച്ചു വരുമ്പോ എന്നെ കൊണ്ടുവന്നാക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ കൊണ്ടുവന്നാക്കിയില്ല. ഒരു ബസ്സിനെ പറഞ്ഞയച്ചു. ആ ബസ്സിന്റെ ഏറ്റവും മൂലയിൽ ഇരുന്നുകൊണ്ട് ഞാൻ ഉറച്ച തീരുമാനമെടുത്തു. വിശ്വാസവും ഉറച്ച തീരുമാനവുമാണ് RC ബിസിനസ്സിൽ നമ്മളെ വിജയിപ്പിക്കുക. വിശ്വസിക്കുക, 100% വിശ്വസിക്കുക. പിന്നെന്താണ്? ഉറച്ച തീരുമാനം എടുക്കുക. ഒരാൾക്ക് പോലും ഇളക്കാൻ പറ്റാത്ത രീതിയിൽ തീരുമാനമെടുക്കുക. എനിക്കൊരു കാര്യം മനസ്സിലായി, ജീവിതത്തില് ലക്ഷ്യങ്ങൾ വേണം അല്ലെ? എന്താണ് വേണ്ടത്? ലക്ഷ്യങ്ങൾ വേണം, സ്വപ്നങ്ങൾ വേണം, സക്സസിലേക്ക് യാത്ര ചെയ്യണം. അന്നൊന്നും സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇംഗ്ലീഷ് മീനിങ് എന്താണെന്ന് പോലും എനിക്കറിയില്ല. ഇംഗ്ലീഷ് അക്ഷരങ്ങൾ പോലും അറിയില്ല. സക്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ക്ലാസ്സുകളിലേക്ക് പോയപ്പോ വിജയിക്കണം എത്രയോ പണിയെടുത്തു. പക്ഷെ ക്ലാസ്സുകളിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മുടെ സാധാരണ ജീവിതം കൊണ്ട്, നമ്മുടെ സാധാരണ ജോലി കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ പോകുന്നില്ല. മാറ്റം ഉണ്ടാക്കാൻ കഴിയില്ല. ഒറ്റയ്ക്കുള്ള പ്രയത്നമാണ്. നമുക്ക് എപ്പോഴാണ് വയ്യാണ്ടാവുക, എപ്പോഴാണ് രോഗം വരിക എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എപ്പോഴാണ് ജോലി നിൽക്കാന്ന് പറയാൻ പറ്റില്ല. ഒറ്റയ്ക്കുള്ള ഒരു കാര്യം തീരുമാനിച്ചോളൂ, ഒറ്റയ്ക്കുള്ള ജോലി കൊണ്ട് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ പുറത്തുനിന്ന് മേടിച്ച് ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ കൊണ്ട് ഒരിക്കലും നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റില്ല? നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനും പറ്റില്ല. അപ്പൊ ആരോഗ്യവും വരുമാനവും ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മഹത്തരമായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ കൂടെ നിന്നുകൊണ്ട് പിന്നെ ഞാൻ എന്തിനും മറ്റുള്ള കാര്യങ്ങൾ എഴുതി വെച്ചോ. 1-2 സ്വപ്നങ്ങൾ എഴുതി വയ്ക്കാൻ പറ്റുമോ? എനിക്ക് വേണ്ടി പ്ലീസ് എഴുതി വയ്ക്കാൻ പറ്റുമോ? ഉണ്ടോ? ഫ്രണ്ട് പേജിൽ ആശയം ചെയ്യുന്ന ആളുകൾ, ഒത്തിരി ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ പുസ്തകത്തിന്റെ ഫ്രണ്ട് പേജിൽ ഒരു 2-3 സ്വപ്നങ്ങൾ ഇപ്പോ ഇരുന്നു കൊണ്ട് ഒന്ന് എഴുതാൻ പറ്റുമോ? ഒന്ന് എഴുതൂ പ്ലീസ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് ഇടയ്ക്കെങ്കിലും നോക്കിയാൽ ഇത് നേടാൻ പറ്റുള്ളൂ. എന്റെ ടീമിൽ ഒരു മേഡം ഉണ്ട്. ആ മേഡത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ആൾക്കൊരു ആനേനെ മേടിക്കുന്നു. ആനേനെ മേടിക്കണം. അതെന്താ ആഗ്രഹമല്ല അത്?
അതിനൊരു പ്രോഗ്രാമിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ വഴിയിലൂടെ പോകുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഉത്സവം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പ്രോഗ്രാമിന് വരില്ല. അങ്ങനത്തെ ഒരു സ്വഭാവം. കാരണം ആനയോട് അത്രയും ക്രേസാ. ഓരോരുത്തർക്കും ഓരോ സ്വപ്നങ്ങളാണ്. കുറച്ച് ബാങ്ക് ബാലൻസ് വേണം, ആരോഗ്യം കിട്ടണം അല്ലെ? ആരോഗ്യം കിട്ടണം ഒരു സ്വപ്നമായിട്ട് എടുക്കാൻ പറ്റില്ല. പിന്നെന്താണ്? വാഹനങ്ങൾ മേടിക്കണം, വീട് വേണം. നല്ല നല്ല വീടുകളൊക്കെ നമ്മൾ പുറത്തുനിന്ന് കാണുന്നില്ല. എവിടെയൊക്കെ അടിപൊളി വീടുകൾ കാണുന്നുണ്ട്. നമ്മുടെ പുള്ളിയുടെ ഉള്ളിൽ എപ്പോഴെങ്കിലും ഒരു ചിന്ത പോയിട്ടുണ്ടാവും, ഓ അങ്ങനത്തെ ഒരു നല്ലൊരു വീട് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ, ഇങ്ങനത്തെ ഒരു എന്താ പറയുക കാറിലൂടെ എനിക്ക് സഞ്ചരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. എന്റെ പിള്ളേർക്ക് ഇപ്പൊ എല്ലാ കാറിന്റെ പേര് പറയും. പക്ഷെ നമുക്ക് ആ കാറ് മേടിക്കണ്ട. എനിക്കും സത്യത്തിൽ ആ പേരൊന്നും അറിയില്ല. ഉണ്ടോ? സ്വപ്നങ്ങൾ എഴുതി വെച്ചോ? എഴുതിയോ? എത്ര പേര് എഴുതി? കുറച്ചാളുകൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. എന്താ നിങ്ങൾക്ക് സ്വപ്നമൊന്നുമില്ലേ? എന്തിനാണ് ആസിഫിന്റെ ക്ലാസ്സിന് വന്നേ? സ്വപ്നങ്ങൾ എഴുതി വെക്കാത്ത ആളുകൾ ആരും ഇന്നിവിടെ ഇരിക്കേണ്ടതില്ല. ആരും ഉണ്ടോ? എഴുതി വെച്ചോ? സ്വപ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? മനസ്സിലെഴുതി വീട്ടിൽ പോയിട്ട് പാർക്കുവോ? ആശയം ചെയ്തത് നിങ്ങള് ഇപ്പൊ ഞാൻ വരെ എമറാൾഡായിട്ടുള്ള ഷൈൻ ബാബു ഇവിടെ വന്ന് ക്ലാസ് എടുക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നു, എന്നെ ശ്രമിക്കുന്നു, നിങ്ങൾ എന്നെ കേൾക്കുന്നു. പക്ഷെ എന്റെ ആഗ്രഹം നിങ്ങളെല്ലാവരും എമറാൾഡിൽ അപ്പുറത്തേക്ക് കടന്നു പോകണമെന്നാണ് എന്റെ ആഗ്രഹം. അല്ലേ? ശരിയല്ലേ? എമറാൾഡ് കഴിഞ്ഞ് ഡയമണ്ടിലേക്കുള്ള യാത്രയ്ക്ക് ആണ് നമ്മളിവിടെ ഓരോരുത്തരും വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഓരോരുത്തരും വെറുതെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് പോലല്ല. ഇവിടെ എത്ര പേര് പൈസ കൊടുത്ത് എത്ര പേരുണ്ട്? ഭക്ഷണം കഴിക്കാൻ വേണ്ടി പൈസ കൊടുത്തു. ഒരുപാട് ആളുകൾ പൈസ കൊടുത്തു. വെറുതെ ഉണ്ടായതാണോ പൈസ? അല്ലല്ലോ. നമുക്ക് വിജയിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടല്ലേ നമ്മളിവിടെ വന്നത്. എന്റെ കൂട്ടുകാരത്തി വിളിച്ചു, അല്ലെങ്കിൽ എന്റെ ഇന്നാളെ എന്നെ പറഞ്ഞയച്ചു അല്ലേ? എന്റെ ലീഡർ വിളിച്ചു. അതുകൊണ്ടല്ലേ നമ്മളിവിടെ വന്നിരുന്നത്. എന്തുകൊണ്ടാണ് ലീഡർ വിളിച്ചത്? ഇങ്ങനൊരു പദ്ധതി ഇവിടെ ഉണ്ട്. നിന്റെ ആഗ്രഹങ്ങൾ മുഴുവനും സഫലീകരിക്കാൻ കഴിയുന്ന ഒരു പദ്ധതി ഇവിടെ ഉണ്ട്. അത് നീ ഒന്ന് പോയി നോക്കിക്കോ എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. ആ ക്ലാസ്സിന് വന്നപ്പോഴാണ് ഒരു ഓട്ടോറിക്ഷക്കാരൻ എന്ന് പറയുന്നത് വിജയിക്കാൻ പറ്റും. 1,20,651 രൂപ ഈ മാസം ഡിക്ലെയർ ആവും. അദ്ദേഹത്തിന്റെ ടീമിന് വേണ്ടിയിട്ട് 15,20,22 രൂപ അദ്ദേഹത്തിന്റെ ടീമിന് കിട്ടി. വിജയിക്കോ ആർസിമില്? വിജയിക്കാൻ പറ്റുമോ ആർസിമില്? എത്ര പേർക്ക് ഉറപ്പുണ്ടോ? വിജയിക്കുമായിരിക്കും അല്ലേ? വിജയിക്കോ? നിങ്ങൾക്കൊക്കെ ഉറപ്പുണ്ടോ? വിജയിക്കുന്ന ഉറപ്പുണ്ടോ? അതുകൊണ്ടാണ് വന്നത്. ഒരു നല്ലൊരു ഐഡിയ കൊടുത്തോളൂ. വിജയിക്കും, ഉറപ്പുണ്ട്. എത്രയോ ലീഡേഴ്സ് വിജയിച്ച ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് ഇല്ലേ? എത്രയോ ആളുകളുടെ ജീവിതത്തിൽ ചേഞ്ചിങ് സംഭവിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ. മാറ്റങ്ങളാണ് ആർസിബിൽ വന്നപ്പോ. ഞാൻ ഓരോ ലീഡേഴ്സിനെ ചെക്ക് ചെയ്ത് നോക്കി. അവരൊക്കെ വിജയിച്ചുകൊണ്ടിരിക്കുക. പൈസ വരുന്നു, എൻജോയ് ചെയ്യുന്നു. തുടക്കത്തിലുള്ള ചില പ്രശ്നങ്ങൾ, കുറച്ച് പ്രവർത്തനങ്ങൾ അത് ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ വിജയിക്കാത്തത്. ഞാൻ പറയുന്നു, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വിജയിച്ചേ പോകാൻ പാടുള്ളൂ. ഒരാൾ പോലും ഈ ഞെട്ടിൽ നിന്ന് ഒരാൾ പോലും കൊഴിയില്ല. ഞാൻ ഉറപ്പ് തരുന്നു. ഓർത്ത് തീരുമാനം എടുക്കേണ്ടതൊന്നും കാര്യമില്ല. ഇങ്ങനെ സംവിധാനം നമുക്ക് കിട്ടിയിട്ട് കുറച്ച് ലീഡേഴ്സ് കൂടെ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. സോളി മേഡം, വിനീത മേഡം, വിജയ് സാറ് വരുമാനത്തെ കുറിച്ച് പറഞ്ഞു തന്നു. മായവും കലർപ്പും ഇല്ലാത്ത ആരോഗ്യദായകമായിട്ടുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങൾ മാർക്കറ്റിലെ തുല്യ ഉപയോഗം സാധ്യമാകുന്ന ഉൽപ്പന്നങ്ങളെക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാവുന്ന ഒരു ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് RCM. പഠിക്കണം, അതിനെ കുറിച്ച് മനസ്സിലാക്കണം. ഈ ജീവിതത്തിൽ നമ്മൾ വിജയിച്ച് അടങ്ങൂ എന്നൊരു തീരുമാനം എടുക്കണം. ഹലോ, ആരോ റെഡി? ഉള്ളിന്റെ ഉള്ളിൽ ഒരു തീ ഇങ്ങനെ
എനിക്ക് വിജയിക്കണമെന്ന ഒരു തീ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. ഫ്രണ്ട് പുസ്തകത്തിന്റെ ആ പുസ്തകത്തിന്റെ ഫ്രണ്ട് പേജിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കണം. ലക്ഷ്യങ്ങൾ ഇതാണ് എന്നെ പഠിപ്പിച്ചത്, എന്റെ ലീഡർമാര് പഠിപ്പിച്ചതാ എന്നെ. എന്റെ ഗുരുനാഥന്റെ മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ ഒരു ക്ലാസ് ഇങ്ങനെ ചെയ്യുന്നതിൽ വളരെ അഭിമാനം തോന്നുന്നു. എന്നെ പഠിപ്പിച്ച ഗുരുനാഥൻ, എനിക്ക് അവസരങ്ങൾ തന്ന ഗുരുനാഥൻ, അദ്ദേഹം 38ാമത്തെ വയസ്സിലാണ് ആർസിയിലേക്ക് വന്നത്. ഞാനും 38ാമത്തെ വയസ്സിൽ ആർസിയിലേക്ക് വന്നു. അദ്ദേഹത്തിന്റെ അമ്മയോട് ഭയങ്കര അറ്റാച്ചാ, ഞാനും എന്റെ അമ്മയോട് ഭയങ്കര അറ്റാച്ചാ. അദ്ദേഹത്തിന് കട്ടിലുകളിയാണ് ഇഷ്ടം, എനിക്കും കട്ടിലുകളിയാണ് ഇഷ്ടം. അദ്ദേഹം കാപ്പിപ്പൊടിയിൽ നിന്നാണ് വന്നത്, ഞാനും ഈ കിഡ്സിന്റെ കാപ്പിപ്പൊടിയിൽ നിന്ന് വന്നത്. അല്ലേ? ഒരു അറ്റാച്ചാണ് ആളുകളുമായിട്ട്. നിങ്ങൾ ലീഡർമാർ എന്താണ് പറയുന്നത് അത് തന്നെ ചെയ്യാൻ നമ്മൾ ഇന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഇനി അയ്യോ അതെന്തിനാ അങ്ങനെ ഇതെന്തിനും ഇങ്ങനെയെന്നൊക്കെ പറയോ? ഇല്ലല്ലോ. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യല്ലേ? ഒന്ന് തുടങ്ങല്ലേ? നമ്മൾ തുടങ്ങോ? ഒന്ന് കൈയടിച്ച് പോസാക്കിയാ ഇന്ന് ഞാൻ തുടങ്ങും. എന്റെ ജീവിതം ഞാൻ ധന്യമാക്കും. ഈ ജീവിതത്തിൽ ഞാൻ സന്തോഷിച്ച് തന്നെയാണ് ഞാൻ പോവുള്ളൂ. ലക്ഷറീസ് ആയിട്ട് ജീവിച്ചിട്ട് തന്നെ പോവുള്ളൂ. ബാങ്ക് ബാലൻസ് ഒക്കെ വരുത്തി അടിപൊളിയായിട്ട് നല്ല വാഹനങ്ങൾ ഉപയോഗിച്ച് നല്ല വീടുകളിൽ താമസിച്ച് തന്നെയാണ് ഈ ജന്മത്തെ ഞാൻ കൊണ്ടുപോവുള്ളൂ. ഉറപ്പിക്കുക, കുറ്റിയടിക്കണം. ഗിരീസാറോട് പറയണു, ഷൈൻ ബാബു ശത്രുക്കളില്ലെങ്കിൽ കുറച്ച് ശത്രുക്കളെ ഉണ്ടാക്കും. ഞാൻ ഇദ്ദേഹത്തിന് ഭ്രാന്ത് പിടിച്ചോ? ശത്രുക്കളില്ല, അതുവരെ ഒരു ശത്രുവില്ല എനിക്ക്. അപ്പൊ എന്നോട് പറയണു ശത്രുക്കളില്ലെങ്കിൽ കുറച്ച് ശത്രുക്കളെ ഉണ്ടാക്കാൻ അല്ലെ? അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ? ഈ ശത്രുക്കളും നമ്മുടെ പിന്നിൽ നിന്ന് നമ്മുടെ കളിയാക്കലുകളുമാണ് നമ്മൾ എന്താക്കണത്? കളിയാക്കലുകൾ വേണം അല്ലെ? ആസിമിന്റെ ഭ്രാന്തെന്നാണ് എന്നെ ആദ്യം വിളിച്ചത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ ആസിമിന്റെ റൂട്ടിലൂടെ നടന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടുള്ള അങ്ങനത്തെ പേർക്ക് ഭ്രാന്തൻ വിളി കേട്ടിട്ടുണ്ട്. ഭ്രാന്തൻ വിളി അത് കേൾക്കണത് നല്ലതാണ്. കാരണം നല്ല റൂട്ടില്ല, ഇതൊന്നും കേൾക്കാത്ത ആളുകൾക്ക് ഇതൊന്നും ഉണ്ടാവുകയില്ല അല്ലേ? തൊണ്ടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രശ്നം വരും. കാരണം തൊള്ള തുറന്ന് ക്ലാസ് എടുക്കുകയാണ്. അപ്പൊ തൊണ്ടയ്ക്ക് പ്രശ്നങ്ങളൊന്നും വന്നില്ലെങ്കിലോ എന്താ സംഭവിക്കുന്നത്? ആരും പറയുന്നില്ല അല്ലേ? ശരിയല്ലേ? അപ്പൊ സീ യുവർ എന്ത് ഉറപ്പിച്ചില്ലേ? ഇത് ഉറപ്പിച്ചിട്ടാണ് പോവാ നമ്മൾ. ഇനി വടക്കാഞ്ചേരിയുടെ മണ്ണിൽ അനേകം എന്ത് വരും? അച്ചൂർമാർ പറയും. അനേകം അച്ചൂർമാർ പറയും. ഇവിടെ നമ്മുടെ രാജ് സാറും അർജുൻ സാറൊക്കെ നമ്മുടെ കൈ പിടിക്കാനുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തൊരു പേടിക്കാനുള്ളത്? പിന്തിരിഞ്ഞ് നോക്കിയിട്ടില്ല ഞാൻ ഇന്നേ വരെ. ഒരാളുടെയും കുറ്റപ്പെടുത്തലുകളിലോ കളിയാക്കലുകളോ ഞാൻ നിന്നിട്ടില്ല. എന്റെ ഓട്ടോ സ്റ്റാൻഡിൽ ചെന്നപ്പോ അവരൊക്കെ എന്നെ കളിയാക്കിയിട്ടുണ്ട്. വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ AC ഇട്ട കാറിൽ ഞാൻ പോകുമ്പോ അവരൊക്കെ ഇന്ന് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കളിയാക്കലുകളിലൊന്നും വേണ്ട. മറ്റുള്ളവർ എന്തും പറഞ്ഞോട്ടെ, അത് നമ്മുടെ ജീവിതത്തിൽ ഗുണം ചെയ്യില്ല. പക്ഷെ ആർസിയിലൂടെ നമുക്ക് വിജയിക്കാൻ പറ്റും. അതിന് ആദ്യം വേണ്ടത് ഞാൻ എഴുതി വെച്ചത് സ്വപ്നങ്ങളാണ്. ഓക്കെ, റെഡി അല്ലാത്ത പോലെ ഓക്കെ. രണ്ടാമത്തെ കാര്യം പറയുന്നു, അണ്ടർസ്റ്റാൻഡ് ദ ഒബ്സ്റ്റാക്കിൾസ്. തടസ്സങ്ങളെ നമ്മൾ മനസ്സിലാക്കുക. അത് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ച ഏറ്റവും വലിയ കാര്യമാണ് പോസിറ്റീവായിട്ട് ഇരിക്കുന്നത്. എപ്പോഴും പോസിറ്റീവായിട്ട്. ആരെന്ത് പറഞ്ഞോട്ടെ നമുക്ക് വിഷയമുള്ള കാര്യമൊന്നുമില്ല. എത്ര ഡൗൺലൈൻസ് ഉണ്ട്. ഞാൻ ക്ലാസ് കൊടുത്ത് പോയിട്ട് പിന്നെ എന്നെ കുറ്റം പറയുന്ന കുറെ ഡൗൺലൈൻസ് എന്റെ കൂടി ഉണ്ട്. എന്നാലും എനിക്ക് പ്രശ്നമില്ല. പ്രശ്നമുള്ള കാര്യമില്ല. എന്റെ അപ്ലൈൻസ് എന്നെ കുറെ ചീത്ത പറയാറുണ്ട്. എനിക്കൊരു പ്രശ്നമുണ്ടോ? ഇല്ല. ആർക്കും വിജയിക്കേണ്ടത്? നമുക്കാണ് വിജയിക്കേണ്ടത്. എനിക്കാണ് വിജയിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ തന്നെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് അല്ലെ? എപ്പോഴും ഒരുപാട് പല വ്യക്തികളും നമ്മുടെ ടീമിൽ കയറി വരും. 100 എണ്ണം കയറി വന്നെങ്കിൽ 100 സ്വഭാവമാണ്. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ വെള്ളത്തിന്റെ പോലെയാവും. വെള്ളത്തിന്റെ പോലെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം എങ്ങനെയാണ്? പ്രത്യേകിച്ച് വല്ല രൂപമുണ്ടോ വെള്ളത്തിന്? ഗ്ലാസ്സിൽ ഒഴിച്ചു കഴിഞ്ഞാല് ഗ്ലാസിന്റെ രൂപം, അത് കിണ്ണത്തിൽ ഒഴിച്ചു കഴിഞ്ഞാല് കിണ്ണത്തിന്റെ രൂപം, ജഗ്ഗിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ജഗ്ഗിന്റെ രൂപം. ഏത് രൂപത്തിലാണോ വെള്ളം ഉള്ളത് അതേപോലെ നമ്മളൊരു സിമ്പിൾ ആയിട്ട് മാറും. പറ്റോ? എനിക്ക് തോന്നുന്നില്ല.
എന്റെ ടീമിലെ കുറെ ആൾക്കാരുണ്ട് എപ്പോഴും പരാതി പെട്ടികൾ. സാറേ അയാൾ അങ്ങനെ ചെയ്തു, ഇയാൾ ഇങ്ങനെ ചെയ്തു, ഇനി ഞാൻ എന്ത് ചെയ്യണം? നിങ്ങളൊന്ന് സമാധാനപ്പെടും. ഞാനൊരു 8 വർഷമായിട്ട് ഞാൻ ഒരാളെ ശരിയാക്കി എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും 8 വർഷം അയാളോട് പറഞ്ഞു ഞാൻ ശരിയായി. ഞാൻ ശരിയായി. എനിക്കിനി ആര് നെഗറ്റീവ് വന്നാലും ഞാനൊരു നെഗറ്റീവിലേക്ക് ഞാൻ പോകില്ല. എന്റെ ജീവിതാവസാനം വരെ ആസിമിലായിരിക്കും. എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഏറ്റവും വലിയൊരു ഹാളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടെ തീരണം. എന്താ പറഞ്ഞത്? ജീവിതാവസാനം വരെ, അവസാന ശ്വാസം വരെ ഞാൻ ആസിമിലായിരിക്കും. ഉറച്ച തീരുമാനം. എന്റെ കുട്ടികളെ രോഗമില്ലാത്ത അവസ്ഥയിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ, എന്റെ ഭാര്യയെ രോഗമില്ലാത്ത അവസ്ഥയിൽ മൃതപ്രായനായിട്ട് കിടന്ന എന്റെ അച്ഛനെ എല്ലാതും ട്യൂബിലൂടെ സംഭവിച്ചിരുന്ന എന്റെ അച്ഛൻ ഡോക്ടർ ആൻസർ പറഞ്ഞു ഇന്ന സാധനങ്ങൾ മേടിച്ചു കൊടുക്ക്. ഡോക്ടർമാര് പറഞ്ഞു വിധി എഴുതി ആരെയൊക്കെ വേണമെങ്കിലും അറിയിച്ചോ ഒരുവിധമായിട്ടുണ്ടെന്ന്. ബീഡി വലിച്ചിട്ട് ആയി തീർന്നതാ. മനസ്സിലായോ? ലാസ്റ്റ് അഡാപ്റ്റർ ഷോപ്പിൽ നിന്ന് ഞാൻ കേസർ പിസ്തയും നമ്മുടെ മെൻറ്റാബ്ലറ്റും ന്യൂട്രിചാർജ് ഡ്രിങ്കും ഞാൻ ഓർഡർ ചെയ്തു. മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഞാൻ എന്താ പറയാ കവറേറ്റ് മേടിച്ച് പൈസയും കൊടുത്തിട്ട് നേരെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് ഡോക്ടറോട് ഞാൻ പറഞ്ഞു ഞാൻ ന്യൂട്രീഷന്റെ കാര്യങ്ങളൊക്കെ കൊടുത്തോട്ടെ, ഒരു സാധനം കൊടുക്കണ്ട അച്ഛന്. പക്ഷെ അദ്ദേഹം എനിക്ക് ലാക്ടോജൻ അല്ല മഞ്ഞ ലാക്ടോജൻ അത് എഴുതി തന്നു. അപ്പൊ ഞാനത് പൊട്ടിച്ചു നോക്കിയപ്പോ അത് മഞ്ഞ കളറാണ്, കേസർ പിസ്റ്റ് മഞ്ഞ കളറാണ്. ഡോക്ടർ ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പൊ ഞാൻ ചെയ്തു കേസർ പിസ്റ്റ് ഒരു ടീസ്പൂൺ എടുത്തിട്ട് അതിൽ കലക്കിയിട്ട് അച്ഛന് പതുക്കെ ട്യൂബിലൂടെ കൊടുക്കും. ഇടയ്ക്കിടയ്ക്ക് എനർജി ഡ്രിങ്കും കൊടുക്കും. മെന്റാബ്ലറ്റ് ഇടിച്ചിട്ട് മറ്റേ മരുന്നിന്റെ മാറ്റി വെച്ചിട്ട് ഇത് കൊടുക്കും. കുറച്ച് നാളുകൾക്ക് ശേഷം അടിപൊളി ഇന്ന ആള് പണിയെടുത്ത് നടക്കുന്നുണ്ട്. എന്റെ അച്ഛനെ സംരക്ഷിച്ച, ആരോഗ്യം സംരക്ഷിച്ച ഈ മഹത്തരമായിട്ടുള്ള പ്രസ്ഥാനത്തെ ഞാൻ മറക്കണോ? ഇത് ഓർമ്മ പറഞ്ഞത് മറ്റൊരു സിനിമയിലാണ്. മറക്കണോ? എന്തൊക്കെയാ മറക്കേണ്ടത്? പാടല്ലേ അതേമാതിരി ഗുഡ് ഫാദറിൽ മറക്കണ്ട. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സക്സസുകളും ഒരു രോഗമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മളെ ഈ പ്രസ്ഥാനം നമ്മൾ മാറ്റിയിട്ടുണ്ട് അല്ലെ? പിന്നെ എന്തിനു നമ്മളിത് മറക്കണത്? അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണോ യാതൊരു മടിയും ഇല്ലാതെ ചെയ്യുക. പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കുക, ക്ലാസ്സിന് വരാൻ പറഞ്ഞ ക്ലാസ്സിന് വരിക. എന്താണോ ലീഡർമാർ പറഞ്ഞത് അത് തന്നെ ഞാൻ ചെയ്തു. 7.5 വർഷം കൊണ്ട് ഉണ്ടായിട്ട് മാറി. അത് തന്നെ ചെയ്തു. ഞാൻ തിരിച്ചു ചോദിച്ചിട്ടില്ല എന്താ അങ്ങനെ, എന്താ ഇങ്ങനെ, എന്താ ഇത് ചെയ്താൽ അങ്ങനെ ആവോ, ഇത് ചെയ്താൽ ഇങ്ങനെ ഞാൻ ചോദിച്ചിട്ടില്ല. എന്തായാലും എന്നെ ഡോക്ടർ ആൻസർ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന കാര്യത്തിനായിരിക്കും എനിക്കറിയാം. അല്ലാണ്ട് ചതിക്കാൻ വേണ്ടി ഒരു ലീഡറും ഒന്നും ചെയ്യും. മനസ്സിലായോ? ഉറപ്പാണോ? അപ്പൊ ക്ലിയർ ചെയ്യുക. എന്ത്? നമ്മുടെ പോസിറ്റീവ് മെന്റൽ പിക്ചർ എപ്പോഴും ക്ലിയർ ചെയ്ത് വെക്കുക. എന്നാലും എനിക്ക് തോന്നുന്നു ആരൊക്കെ ഒരു പോസിറ്റീവിന്റെ ഒരു 90% വന്നിട്ടുണ്ട്. ഒരു 10% കൂടി ശരിയാവാനുള്ള കുറച്ച് ആളുകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഉണ്ടോ? പ്രശ്നം മറ്റ അപ്പൊ അറിയാമല്ലേ? ഇപ്പോഴൊക്കെ തലാട്ടും. രണ്ടാൾക്കാർ ടീമിൽ വന്നിട്ട് ഒരു ഇടം തിരിഞ്ഞൊരു പരിപാടി ഉണ്ടാക്കി നോക്കട്ടെ, അപ്പൊ അറിയാം നമ്മുടെ സ്വഭാവം എന്താണ്. പക്ഷെ അങ്ങനെ ചിന്തിക്കരുത്. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കും. സാറില്ല പോട്ടെ, വിട്ടുകളയുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിൽ, നമ്മുടെ ഹൃദയം ഒരു പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കട്ടെ. എപ്പോഴും ഒരു പഞ്ഞിക്കെട്ട് പോലെ ഒരു സിമ്പിൾ ആയിട്ടിരിക്കും. അതിന് ചെയ്യേണ്ട ഒരു ഐഡിയ ഉണ്ട്. എന്താ ചെയ്യേണ്ടത്? ഏറ്റവും പ്രശ്നം വരുമ്പോ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഒരു പിടിച്ചു നിർത്താൻ പറ്റാത്ത ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഒന്ന് പുഞ്ചിരിക്കുക. അയാൾ നോക്കിയിട്ടല്ല, തിരിഞ്ഞു പുഞ്ചിരിക്കാൻ പറ്റും. വെറുതെ ഒന്ന് പുഞ്ചിരിക്കാൻ പറ്റും. നിങ്ങൾ നോക്കി നോക്കിക്കോളൂ. ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. എന്തെങ്കിലും ഒരു വലിയൊരു പ്രശ്നം വന്നിട്ട് ഞാൻ പറഞ്ഞു അപ്പൊ ഈ മൈൻഡിൽ വിചാരിക്കുക ഇവന് ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ലേ. ശരിയാ. അപ്പൊ ഒരു ആശ്വാസം, ഒരു എന്താ പറയാ ആശ്വാസം ഉണ്ടല്ലോ, ശ്വാസം നമുക്കൊരു എക്സ്ട്രാ ഇത് വരും. ചിന്തിച്ചു നോക്കോ? ചിരിക്കോ? ആ തല്ലാൻ പിടിച്ചാൽ വർത്താനം പറഞ്ഞ ആളെ നോക്കി ചിരിക്കരുത് കേട്ടോ. അപ്പൊ അതിലും വലിയ പ്രശ്നം ഉണ്ടാവും. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇനി ചിരിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പാനൊക്കെ അടിച്ചു പിടിക്കുക. സ്വന്തം പാനെടുത്തൊന്ന് കടിച്ചു പിടിച്ച് നോക്കി. സ്വന്തം പാനെടുത്തൊന്ന് കടിച്ചു പിടിച്ചോളെ നിങ്ങൾക്ക് കടിച്ചു പിടിച്ച് നോക്കി. എത്ര പേര് കടിച്ചു പിടിങ്ങനെ ഒന്നോണ്ട് കടിച്ചു പിടിക്കുക. ഇതാ ഞാൻ കാണിച്ചത്. ഇങ്ങനെ സ്വതവേ നമുക്ക് ചിരി വരും. എന്തായാലും
എപ്പോഴും സിമ്പിൾ ആയിട്ട് ആർസിനെ കൊണ്ടുപോകാം. ഞാൻ എന്താ പറഞ്ഞ സിമ്പിൾ സ്റ്റേ ഓൺ ട്രാക്ക്. സിസ്റ്റത്തിൽ ഞാൻ നിന്നു, സിസ്റ്റം തന്നെ പ്രവർത്തിപ്പിച്ചു. സിസ്റ്റം പറയുന്നു ട്രെയിനിങ്ങിന് പങ്കെടുക്കണം, സിസ്റ്റം പറയുന്നു പ്രൊഡക്റ്റുകൾ പഠിക്കണം, സിസ്റ്റം പറയുന്നു മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യണം. ഞാൻ ഇത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു. എന്റെ ടീമിനെ ഞാൻ കൊണ്ടുപോയി. ഞാൻ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് എന്റെ ടീമും ചെയ്യുള്ളൂ. ഞാൻ മൂടി പുറച്ച് കിടന്നുറങ്ങി കഴിഞ്ഞാൽ എന്റെ ടീമും കിടന്നുറങ്ങും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ നേരത്തോടെ ഏറ്റു, ഞാൻ പ്രോഗ്രാമിന് പോകാൻ തയ്യാറായി. അപ്പൊ എന്റെ കൂടെ കുറെ ആൾക്കാർ മീറ്റിങ്ങിന് പോകാൻ തയ്യാറായി. ചില ആൾക്കാർ ഇന്നിട്ട് ഇതിനെ പോകാൻ പോയതാ, ഇതിനെ ടൈലിന്റെ പണിക്ക് പോകാൻ പോയതാ. ഞാൻ വിളിച്ചു, വാ അഭിലാഷ വാ എന്ന് പറഞ്ഞപ്പോ അഭിലാഷ് സാർ എന്ത് ചെയ്തു, മീറ്റിങ്ങിന് വന്നു. നന്നായില്ല അഭിലാഷ് സാർ? ആ, നമ്മുടെ കുടുംബത്തിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക, നമ്മുടെ ഫാമിലിയെ കുറിച്ച് മാത്രം ചിന്തിക്കുക. ഹലോ, മറ്റൊന്നും നമ്മൾ ചിന്തിക്കണ്ട. ഈ ജന്മത്തിൽ തന്നെ നമുക്ക് വിജയിച്ച് അടങ്ങുമെന്നൊരു ഉറച്ച തീരുമാനം നമ്മുടെ ഭാഗത്ത് ഉണ്ടാവാം. ഹലോ, ഉണ്ടാവോ? ഉണ്ടോ? ആർക്കും ഒന്നും കൊടുക്കണ്ട. രാജ് സാറിന് കൊടുക്കണം കിട്ടുന്ന കാശ്, അർജുൻ സാറിന് കൊടുക്കണം കിട്ടുന്ന കാശ്, ആർക്കും കൊടുക്കണ്ട. പക്ഷെ നമ്മളൊരു ഉറച്ച തീരുമാനം എടുക്കാം. ഞാൻ വിജയിച്ചിരിക്കും. ഇന്ന് ഞാൻ വിജയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഞാൻ ഈ ഭൂലോകത്ത് ഇല്ലെങ്കിൽ പോലും എന്റെ കുടുംബം സുഖമായിട്ട് ജീവിക്കും, സെക്യൂരിറ്റി ആയിട്ട് മാറി. അതൊരു വലിയൊരു വിശ്വാസമാണ് നമുക്ക്. ഞാനില്ലെങ്കിലും എന്റെ കുടുംബം സുഖമായിട്ട് ജീവിക്കും എന്നുള്ള ഒരു വിശ്വാസം എന്നെ സന്തോഷവാനാക്കുന്നു എന്നും. അല്ലെങ്കിലോ ഇല്ലെങ്കിലും എന്ത് സംഭവിക്കും? നമുക്ക് പേടി തോന്നും. ഞാനില്ലെങ്കിൽ എന്റെ കുടുംബം എന്ത് ചെയ്യും എന്നൊരു പേടിയുമില്ല. ഈ കിട്ടുന്ന വരുമാനം അവളുടെ ബാങ്കിനുള്ളിലേക്ക് പോവാ. അവളില്ലെങ്കിൽ മക്കളും സുഖമായിട്ട് ജീവിക്കും. 3 മക്കളാണ് ഉള്ളത്. ഒന്ന് ശ്രീ ഹരിനാഥ്, ഒന്ന് ശ്രീ യദുനാഥ്, ഒന്ന് ആർസി. ഇത് മകൻ തന്നെയാണ്. എന്റെ 2 മക്കൾക്കും കൊടുക്കുന്ന തുല്യ എന്താണ് മുൻഗണന തന്നെയാണ് ഞാൻ ആർസിനും കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇന്നിവിടെ വരില്ലായിരുന്നു. ഇന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷെ എന്റെ മുന്നിൽ എനിക്ക് ഈ വീട് മേടിച്ചു തരാൻ കാരണം ആർസിയമാണ്. അതിനെനിക്ക് അറിവുകൾ പകർന്നു തന്നത് എന്റെ ലീഡേഴ്സ് ഡോക്ടർ ആൻ സാറും ഗിരീഷ് സാറും അർജുൻ സാറും സജീവ് സാറും അങ്ങനെയുള്ള എന്റെ ക്ലോസ് ലൈൻ ലീഡേഴ്സാണ്. അവർ പറയുന്നിടത്ത് പോവാതെ ആ നേട്ടത്തിന് മാത്രം പോയാൽ അതിനൊരു അർത്ഥമില്ലാതായിട്ട് മാറും. അത് നടക്കുന്നേ. പക്ഷെ ഇവിടെ വരിക എന്നുള്ളത് അതൊരു ഭാഗ്യം തന്നെയാണ്. എന്റെ ഗുരുനാഥന്റെ മുന്നിൽ ഇരുന്നിട്ട് 2 വാക്ക് പറയുക, അല്ലെ? ആലോചിച്ച് നോക്കൂ. മൺമറഞ്ഞു പോയ അമ്മയെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, ഇന്ന് ആ അമ്മ കഴുകി കൊടുത്ത കാറുകൾ ഞാൻ മേടിച്ചു, സ്വന്തമായി മേടിച്ചു. അവർക്ക് പറയാൻ പറ്റും. അവർ കഴുകി കൊടുത്ത വീട്, അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു AC വീട് ഇന്ന് എന്റെ സ്വന്തമാണ്. ഇത് വാശിയാണ്, വാശി, ചങ്കൂറ്റം. ഈ ജന്മത്ത് തന്നെ ജീവിതത്തെ സന്തോഷമാക്കണം എന്നുള്ളൊരു വാശി. അടുത്ത ജന്മത്തിൽ നായയോ പൂച്ചയോ പട്ടിയോ ഏതോ ആവും നമുക്കറിയില്ല. ജീവിക്കുന്നത് ഈ ജന്മത്തിലാണെങ്കിൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത് ഈ ജന്മത്തിൽ തന്നെ. ഇപ്പോ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഹലോ, അതിവിടെ പവറോടുകൂടി യാത്ര ചെയ്യുക. ഒരാൾക്കും നമ്മളെ കീഴ്പ്പെടുത്താൻ പറ്റരുത്. നമ്മുടെ വിജയത്തിൽ നിന്ന് പിന്നോട്ടാക്കാൻ പറ്റരുത്. വിജയം നമ്മൾക്ക് മാത്രം. നമ്മൾക്ക് വേണ്ടി ഒരാളും ഒരു സിംഹാസനവും തുടച്ചു വെച്ച് തരാൻ പോകുന്നില്ല. ഒരു സിംഹാസനവും പണിത് തരാൻ പോകുന്നില്ല. തുടയ്ക്കേണ്ടതും അത് പണിയേണ്ടതും അതിലിരിക്കേണ്ടതും നമ്മൾ തന്നെയാണ്. എല്ലാവരും